ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഡെഫിനറ്റ്ലി ടെൻസ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിലേക്കും ഈ ഒരു ടെൻഷൻ കയറി വരാറുണ്ട്. പക്ഷേ ഇനി ആ ഒരു ടെൻഷൻ വേണ്ട, ആ ടെൻഷൻ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കാൻ പോവാണ്. നമ്മൾ ടെൻസ് സിമ്പിളായിട്ട് പഠിക്കാൻ പോവാണ്. ഒരൊറ്റ സ്ലൈഡിൽ ഒരു സബ്ജക്റ്റ് വെച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. സെറ്റാണല്ലോ? യെസ്, നമ്മൾ നോക്കാൻ പോവാണ്. യെസ്, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് മൂന്നിലും ഒരു ഐ വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്തും അതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇത് വരിക, അല്ലെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സിമ്പിൾ പ്രസൻറ്റ് ആവുന്ന സമയത്ത് എന്ത് വരും? ഇതിൻ്റെ കട്ട് ചെയ്ത് കുറിക്കാം. ഐ ഡു എന്ന് വരും. എങ്ങനെ? ഐ ഡു. യെസ്, അത് പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് വരുന്ന സമയത്ത് ഐ ആം ഡൂയിങ് എന്ന് വരും. ഓക്കെ, അപ്പോഴേക്കും നെക്സ്റ്റ് നിങ്ങൾ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുന്ന സമയത്ത് എന്താണ്? ഐ ഹാവ് ഡൺ. യെസ്, ഐ ഹാവ് ഡൺ എന്ന് വരും. യെസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് ഐ ഹാവ് ബീൻ ഡൂയിങ്. യെസ്, കറക്റ്റാണ്. യെസ്, ഇതുപോലെ നമുക്ക് നെക്സ്റ്റും ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, കളർ ചേഞ്ച് ചെയ്യാം. യെസ്, ഇനി വരാൻ പോകുന്നത് പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആവുന്ന സമയത്ത് ഡു വെച്ചിട്ട് എങ്ങനെ ചെയ്യും? യെസ്, സിമ്പിൾ പാസ്റ്റ് ആവുന്ന സമയത്ത് ഐ ഡിഡ് എന്ന് വരും. നെക്സ്റ്റ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് ഐ വാസ് ഡൂയിങ് എന്ന് വരുന്നതാണ്. നെക്സ്റ്റ് വൺ പാസ്റ്റ് പെർഫെക്റ്റ് ആവുന്ന സമയത്ത് യെസ്, ഐ ഹാഡ് ഡൺ. യെസ്, ഗുഡ്. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് ഐ ഹാഡ് ബീൻ ഡൂയിങ്. യെസ്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, ഡൺ. ആൻഡ് ലാസ്റ്റ് ഫ്യൂച്ചറിലേക്ക് വരികയാണ്. സിമ്പിൾ ഫ്യൂച്ചർ ആകുന്ന സമയത്ത് പറയൂ. ഐ വിൽ ഡു. യെസ്, കറക്റ്റ് ആണ്. ഐ വിൽ ഡു. യെസ്, നെക്സ്റ്റ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് ഐ വിൽ ബി ഡൂയിങ്. യെസ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഇനി പെർഫെക്റ്റിലേക്ക് വരുന്ന സമയത്തോ ഐ വിൽ ഹാവ് ഡൺ. യെസ്, കറക്റ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. യെസ്, അവിടെ ഐ വിൽ ഹാവ് ഡൺ വന്നു. ഇനി ഐ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലാകുന്ന സമയത്ത് ഐ വിൽ ഹാവ് ബീൻ ഡൂയിങ്. യെസ്, ഇതിൽ കുറച്ച് കോമൺ കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ? കോമൺ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസ് മുഴുവൻ എന്താണ്? ING ഫോമിലാണ് വരുന്നത്. എല്ലാ കണ്ടിന്യൂസും ING ഫോമിലാണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ പെർഫെക്റ്റും എന്താണ്? യെസ്, അത് പാസ്റ്റ് ടെൻസ് അല്ല, ഈ ഒരു V3 ഫോമിലാണ് നമുക്ക് മുന്നിലേക്ക് അതിൻ്റെ വേർബ് വരുന്നത്. V3 ഫോമാണ്. കണ്ടോ? ഇതൊക്കെയാണ് ഇതിൻ്റെ കോമൺ എന്ന് പറയുന്നത്. സോ ഇനി കുറച്ചുകൂടി എന്താണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ പ്രസൻറ്റ് ആണ്, അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഡെഫിനറ്റ്ലി ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായോ? ഓക്കെ, ഏതായാലും നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.